ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യത്തിൽ ദൈവത്താൽ അയക്കപ്പെടുന്ന ഗബ്രിയേൽ ദൈവദൂതനെ നാം കാണുന്നുണ്ട്. ദൈവത്തിന്റെ സ്വരമായിട്ടാണ് ഗബ്രിയേൽ ദൈവദൂതൻ പരിശുദ്ധ കന്യകയുടെ പക്കലേക്ക് കടന്നു വരിക. നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ ദൈവിക സ്വരമായിട്ട് കടന്നു വരുന്ന ഒത്തിരിയേറെ വ്യക്തികളുണ്ട്. ഒരുപക്ഷെ അത് നമ്മുടെ മാതാപിതാക്കന്മാരായിരിക്കാം, അധികാരികളായിരിക്കാം, മുതിർന്നവരായിരിക്കാം. അവരിലൂടെയൊക്കെ കടന്നു വരുന്ന ആ ദൈവിക സ്വരത്തിന് കാതുകൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ഈ 2-ാമത്തെ ദിവസത്തിൽ നമുക്ക് ചിന്തിക്കാം. അതോടൊപ്പം തന്നെ ദൈവിക സ്വരമായിട്ട് തീരുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഗബ്രിയേൽ ദൈവദൂതൻ ദൈവത്തോട് കൂടെ ആയിരുന്നത് കൊണ്ടാണ് അവന് ദൈവിക സ്വരമായിട്ട് മാറുവാനായിട്ട് സാധിച്ചത്. ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ സ്വരമായിട്ട് മാറിക്കൊണ്ട് അനേകരിലേക്ക് സദ്വാർത്തയുടെ വാഹകനായിട്ട് മാറുവാനായിട്ട് പ്രത്യേകമായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.